الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹസമ്പന്നരായ വിശ്വാസിനികളെ, സർവശക്തനും സർവാധിപനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും അവന്റെ ആജ്ഞാ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ക്രമീകരിച്ചുകൊണ്ടും ഈ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഏറെ ഗൗരവത്തോടും അതിലേറെ പ്രാധാന്യത്തോടുകൂടെയും ഈ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന ദിവസത്തിലും സമയത്തിലും സാഹചര്യത്തിലും ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലക്കു തന്നെ നമ്മുടെ ജീവിതത്തെ റബ്ബിനെ ഭയപ്പെട്ട് അവന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹിദുകളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം ജീവിതത്തിന്റെ ഏതു വഴികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും നമ്മളിലേക്ക് അടുക്കുമ്പോൾ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച് അംഗീകരിച്ച് മരണം കൈവരിക്കുന്ന മുത്തഖീങ്ങളിലും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക്
നമ്മളെ സൃഷ്ടിച്ചു പരിപാലിച്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കിയ, അതല്ലെങ്കിൽ നമ്മുടെ ശരീരഘടനയെ മനസ്സിലാക്കിയ, അള്ളാഹുവിന്റെ ഈ വിശാലമായ ഭൂമിയെ കണ്ട് മനസ്സിലാക്കിയ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ കാര്യമാണ്. അത് ഖുർആൻ വളരെ ഗൗരവത്തോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയാൻ, അവൻ ഓരോന്നും അതിങ്ങനെ എണ്ണി നോക്കുകയാണെങ്കിൽ ലാ തുഹ്സൂഹാ, അവനത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. എന്തെല്ലാം അനുഗ്രഹങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ അഥവാ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് നമ്മളിങ്ങനെ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ മതി, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് എന്നത്. നമ്മൾ ഇന്നത്തെ ഖുതുബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതാ അനുഗ്രഹം എന്നറിയോ? മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ധാരാളം തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവാം. തെറ്റുകളുടെ മേഖലകളിലൂടെ അവന്റെ ജീവിതത്തെ അവൻ അറിയാതെയും അറിഞ്ഞുമൊക്കെ അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവാം. അത്തരത്തിൽ തെറ്റു സംഭവിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്, ഓഫറാണ്. അവന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടുതന്നെ, അവന്റെ ജീവിതത്തിലെ നന്മകൾ കൊണ്ടുതന്നെ അതിനു പരിഹാരമായി ആ പാപങ്ങളെ, തെറ്റുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും എന്നുള്ളത്. പകരം അവിടെ ആ തെറ്റുകൾക്ക് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളാണ് അവിടെ ചേർത്ത് വെക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു മനുഷ്യൻ കയറി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന തെറ്റുകള് എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന സന്ദർഭങ്ങളിൽ ഇന്ന തെറ്റിന്റെ സാഹചര്യങ്ങളിലൂടെ എന്റെ ജീവിതം കടന്നുപോയിട്ടുണ്ട് പ്രവാചകരെ. ഞാനത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു, എനിക്കത് മനസ്സിലായി. ഇനി എന്റെ ജീവിതത്തിൽ ഇത് മായ്ക്കപ്പെടണം, അതില്ലെങ്കിൽ അതിൽ പശ്ചാത്താപം നടത്തണം. എനിക്കുള്ള വഴി എന്താണ് റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ ആ സദസ്സിൽ നിന്ന് ആ സന്ദർഭത്തിൽ മടക്കി അയച്ചു. എന്നിട്ട് അയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, താങ്കൾ പിന്നീട് ഒരു സന്ദർഭത്തിൽ താങ്കളെ ഞാൻ വിളിപ്പിക്കാം. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ സഹാബികളെ പറഞ്ഞയച്ചിട്ട് ആ മനുഷ്യനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് പറഞ്ഞു, താങ്കളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ട്. താങ്കളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ ഓതിക്കൊടുത്തു, വഖിമിസ് സ്വലാത്ത്. അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുക്കുന്നു, വഖിമിസ് സ്വലാത്ത് തുറഫൻ നഹാരി വസുൽഫൻ മിനൽ ലൈൽ. പകലിന്റെ രണ്ടറ്റങ്ങളിലും അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, പകലിന്റെ രണ്ട് അറ്റങ്ങളിലും രാത്രിയുടെ അന്ത്യയാമങ്ങളിലും നീ നമസ്കാരം മുറ പോലെ നിർവഹിച്ചു കൊള്ളുക. എന്താ റസൂൽ പറഞ്ഞത്? പകലിന്റെ രണ്ടറ്റങ്ങളിലും
അതേപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും നീ നമസ്കാരം മുറ പോലെ നിർവഹിച്ചു കൊള്ളുക. എന്നിട്ട് റസൂൽ പറയാണ് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട്, ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത്, തീർച്ചയായും സൽക്കർമ്മങ്ങൾ തിന്മകളെ നീക്കിക്കളയുന്നതാണ്. നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട്, നന്മകൾ ചെയ്യുന്നതോടൊപ്പം നിന്റെ ജീവിതത്തിൽ ആ തിന്മകൾ, നീ ചെയ്തു വെച്ച തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കളയുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ഒരു സഹാബി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഇതാ മനുഷ്യന് മാത്രമുള്ള ഇളവാണോ? ഇതാ മനുഷ്യന് മാത്രമുള്ള ഇളവായിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ലിന്നാസി ആമത്തുൻ, അല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള ഇളവായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തനിക്ക് തെറ്റ് സംഭവിച്ചു പോയി, അതല്ലെങ്കിൽ തന്റെ ജീവിതം തിന്മയുടെ ഏതെങ്കിലും മേഖലയിലൂടെ സഞ്ചരിച്ചു പോയി എന്ന് ഖേദിച്ച് സങ്കടപ്പെടുന്ന ആളുകൾക്കുള്ള വലിയൊരു സന്തോഷ വാർത്തയാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ സൽക്രമങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കുക, നന്മയുടെ വഴികളിലൂടെ നിങ്ങൾ ധാരാളമായി കൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുക. നിങ്ങള് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വലിയ സഹാബിയാണ്, മഹബ്ബത്തിത്തമാണ്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കടന്നു ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു യാത്രക്ക് പുറപ്പെടുകയാണ്. പ്രവാചകരെ, ഞാനൊരു യാത്രക്ക് പുറപ്പെടുകയാണ്. അങ്ങയുടെ അടുക്കൽ നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എനിക്കൊരു വസിയത്ത് ലഭിക്കണം. റസൂലേ, ഒരു വസിയത്ത് എനിക്ക് അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞ് അബൂദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ അടുത്തെത്തുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് പറഞ്ഞു, യാ അബൂദർ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്. അബൂദർ, താങ്കൾ എവിടെയായിരുന്നാലും, താങ്കൾ ഏതു സന്ദർഭത്തിലായിരുന്നാലും നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തബിസ് സയ്യിആത്തിൽ ഹസനാത്ത്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഒരു തിന്മയിൽ അകപ്പെട്ടു പോയാൽ, അതല്ലെങ്കിൽ ഒരു തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ, നിങ്ങൾ നന്മ കൊണ്ട് ആ തിന്മയെ നിങ്ങൾ മറികടക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തംഹുഹാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, താങ്കൾ നേരത്തെ ചെയ്ത തിന്മയെ ആ നന്മ മായ്ച്ചു കളയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹ് ആ യാത്രയിലേക്ക് അബൂദർ റളിയല്ലാഹു അൻഹു നൽകുന്ന ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. അബൂദറെ, വഖാലിഖുന്നാസ ബിഖുൽഖി ഹസൻ, ജനങ്ങളോട് ഏറ്റവും നല്ല മാന്യമായ സ്വഭാവത്തോടുകൂടി നീ ജനങ്ങളോട് പെരുമാറണം അബൂദറെ. ഇതാണ് നിനക്ക് നൽകാനുള്ള ഏറ്റവും നല്ല വസിയത്തെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങള് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ, അഥവാ മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമെന്നാണ് അതിനർത്ഥം. കാരണം തിന്മകളുടെ ലോകത്തുകൂടെയാണ് മനുഷ്യന്റെ ജീവിതങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും തിന്മ, എവിടെ കേൾക്കിയാലും തിന്മ, ഏത് വഴികളിലും തിന്മകൾ നിറഞ്ഞൊരു ലോകത്താണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ തെറ്റിലേക്ക് നിങ്ങൾ സംഭവിച്ചു പോയാൽ, തെറ്റുകളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ, നന്മകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് അതിനെ മറികടക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരു സംഭവം കൂടി ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് പ്രവാചകൻ വിശദീകരിച്ചു തന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരടിമയുടെ അടുക്കലേക്ക് അന്ത്യനാളിന്റെ അന്ന്, ഖിയാമത്ത് നാളിന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കടന്നു വരും.
ആ അടിമയെ മറ്റുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുകയും ചെയ്യും. എന്നിട്ട് ആ അടിമയോട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതഅരിഫു ദംബക കദാ വകദാ, ഇന്ന തെറ്റുകൾ, ഇന്ന തിന്മകൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കുന്നതാണ്. അതഅരിഫു ദംബക കദാ വകദാ, ഇന്ന തെറ്റുകൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു വെച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളെ കുറിച്ച് നീ ഓർക്കുന്നുണ്ടോ എന്ന് ആ മനുഷ്യനോട് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയും, അതെ, ഞാൻ ഇന്ന തെറ്റുകളിനാടാ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. അങ്ങനെ ആ മനുഷ്യൻ തെറ്റുകൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അയാളുടെ മനസ്സിൽ അയാൾ ചെയ്തു വെച്ച തിന്മകൾ ഇങ്ങനെ ഓരോന്നായിക്കൊണ്ട് അയാളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. അവസാനം അയാൾ മനസ്സിൽ വിചാരിക്കും, ധാരാളം തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, എന്റെ കാര്യം വലിയ കഷ്ടം തന്നെ, എന്റെ കാര്യം വലിയ കഷ്ടം തന്നെ എന്ന് അയാൾ സങ്കടപ്പെടും. എന്നാൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയും, നിന്റെ പാപങ്ങളെല്ലാം ഇതാ പുറത്തു വന്നിരിക്കുന്നു, നിന്റെ പാപങ്ങളെല്ലാം ഇതാ പുറത്തു തന്നിരിക്കുന്നു. തീർച്ചയായും നീ ചെയ്തു വെച്ച തിന്മകൾക്ക് പകരം ഇതാ ഞാനൊരു നന്മ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നത്. കാരണം അയാൾ ചെയ്തു വെച്ച തിന്മകൾ അയാൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയത് മൂലം പിന്നീട് അയാള് ധാരാളം നന്മകളും സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ ചേർത്ത് വെച്ചതിന്റെ ഭാഗമായി അയാളുടെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളഞ്ഞു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അയാൾക്ക് സ്വർഗമുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമുണ്ട്. എന്താ സംശയം? തെറ്റുകൾ ധാരാളം ചെയ്യാമല്ലോ, തിന്മകളുടെ ധാരാളം സഞ്ചരിക്കാമല്ലോ, അല്ലാഹു കുറച്ചു കഴിഞ്ഞ് നന്മകൾ ധാരാളം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമല്ലോ എന്ന ഒരു തെറ്റിദ്ധാരണയായ ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. നോക്കൂ നിങ്ങള്, അവർക്കുള്ള മറുപടിയായിട്ട് വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ. അല്ലാഹ് ആർക്കാണ് ആ തെറ്റ് പുറത്തു കൊടുക്കുക എന്ന് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ആർക്കാ? ഇല്ലാ മൻ താബ, പശ്ചാത്തപിക്കുകയും അതേപോലെ തന്നെ വആമന, വിശ്വസിക്കുകയും വഅമില അമലൻ സ്വാലിഹാ, ധാരാളം സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾ നൽകുക. ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസന, അത്തരക്കാർക്കാണ് അല്ലാഹു തിന്മകൾക്ക് പകരം നന്മകൾ മാറ്റി കൊടുക്കുന്നത്. വകാന അല്ലാഹു ഗഫൂറു റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. എന്ന് പറഞ്ഞാൽ കുറെ തെറ്റ് ചെയ്തു പിന്നീട് നന്മ ചെയ്യാം എന്നുള്ളവർക്കല്ല, ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം, പശ്ചാത്താപിച്ചു മടങ്ങണം. ഞാൻ ഇനി ആ തെറ്റു ചെയ്യില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കണം. എന്നിട്ട് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി പിന്നീട് സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്ന മനുഷ്യനാണ് അത്തരം ഓഫറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. വിശദീകരിക്കുന്നിടത്ത് സലഫുകൾ പറയുന്നത് കാണുവാൻ കഴിയും, ഇന്നമത്തബ്ദീലു ഫീ ഹഖ്ഖി മൻ നദിമ അലാ സയ്യാതിഹി, താൻ ചെയ്തു പോയ തിന്മകളെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നവർക്കാണ് ഓഫർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. താൻ ചെയ്തു പോയ തെറ്റുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വർഷം അല്ല ഇന്ന് ആലോചിക്കുമ്പോ മനസ്സിൽ ലജ്ജ തോന്നണം വിശ്വാസിക്ക്. അവന്റെ കണ്ണുകളിൽ അത് പ്രകടമാകണം. അവന്റെ കണ്ണുകളിൽ അവൻ ചെയ്തു വച്ചിട്ടുള്ള തിന്മകൾ അവന് വല്ലാത്ത പ്രയാസങ്ങൾ സൃഷ്ടിക്കണം. അങ്ങനെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന വിശ്വാസിക്ക്. അതല്ലാതെ ഒരു തെറ്റ് ചെയ്തു പിന്നെ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്തു, പിന്നെയും തെറ്റ് ചെയ്യാ, പിന്നെയും സൽക്കർമ്മങ്ങൾ ചെയ്യാ, അങ്ങനെയുള്ള ആളുകൾക്കല്ല.
സത്യവിശ്വാസികളായ ആളുകളുണ്ടല്ലോ, അറിയാതെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തിന്മകൾ സംഭവിച്ചു പോയി. അവിടെ ആ തിന്മകളെ കുറിച്ച് ഭയപ്പെട്ട് പേടിച്ച് മനസ്സിൽ അത് വല്ലാതെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ അനുവദിക്കപ്പെടുന്നത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, തിന്മകൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വളരെ ഗൗരവത്തോടുകൂടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നിടത്താണ് ജീവിതത്തിൽ നമുക്ക് വിജയം സംഭവിക്കുന്നത്. തെറ്റുകൾ പ്രവാചകന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട്, സഹാബാക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്, താബികൾക്ക് സംഭവിച്ചിട്ടുണ്ട്, തബഉ താബികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അവരൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈ മാർഗത്തിലൂടെ അവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. അവിടെയാണ് അവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വിജയം കൈവരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദുകളിൽ നമ്മെ നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ കൃത്യമായി പാലിച്ചുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് ഈ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ഖുതുബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചു വച്ചിട്ടുള്ളത്. അഥവാ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകൾക്ക്, തെറ്റുകൾക്ക് പരിഹാരമായി അവന്റെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു പശ്ചാത്തപിച്ചു മടങ്ങി ഇനി ആ തെറ്റിലേക്ക് ഒരിക്കലും കടക്കില്ല എന്ന പ്രതിജ്ഞയെടുത്ത് നന്മകൾ ധാരാളം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ആ കർമ്മങ്ങൾ, ആ തെറ്റുകൾ മായ്ച്ചു കളയുമെന്നതും പകരം അവിടെ നന്മകളെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നിട്ടുള്ളത്. തെറ്റുകൾ പൊറുക്കപ്പെടാൻ, പാപങ്ങൾ ജീവിതത്തിൽ മായ്ക്കപ്പെടാൻ വേറെയും ഒരുപാട് മാർഗങ്ങൾ അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തമുണ്ടല്ലോ, അഥവാ വെള്ളിയാഴ്ച പള്ളിയിൽ ഒരുമിച്ചിരിക്കുന്ന ഈ ഇരുത്തം, ആ ഇരുത്തം നമ്മുടെ പാപങ്ങളും മായ്ച്ചു കളയും. പലരും യാത്രക്കിടയിൽ ഒരു വിശ്രമ കേന്ദ്രമായി ഒരുപക്ഷെ ഇരുത്തത്തെ കണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ജോലിക്കിടയിലെ ക്ഷീണം മാറ്റാനുള്ള ഒരവസ്ഥ, ഒരു സമയം, ഇതിനായി കാണുന്ന ആളുകളുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ഇരുത്തം മനുഷ്യന്റെ പാപങ്ങൾ മായ്ച്ചു കളയും എന്നുള്ളതാണ്. ജുമഅയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കപ്പെടുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅ. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വെള്ളിയാഴ്ച നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, നിങ്ങൾ കച്ചവടങ്ങളെ എല്ലാം ഒഴിവാക്കി മാറ്റി നിർത്തി അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ കടന്നു വരിക എന്നുള്ളതാണ്. അവിടെ ഒരാൾ കൂടി 5 മിനിറ്റ് കൂടെ കഴിയട്ടെ എന്ന ചിന്ത പാടില്ല. സമയം ഇനിയും ധാരാളം ഉണ്ടല്ലോ, ഞാൻ പള്ളിയിൽ ആദ്യം എത്തിയിട്ട് എന്ത് കാര്യം എന്ന ചിന്തയോ ചോദ്യമോ അവിടെ പ്രസക്തിയല്ല. മറിച്ച് അവിടെ നമുക്ക് നൽകപ്പെടുന്ന, അള്ളാഹു നമുക്ക് നേരത്തെ എത്തിയാൽ, ആ പള്ളിയുടെ ഒന്നാമത്തെ സ്വഫിലെത്തിയാൽ
നമുക്ക് ലഭിക്കുന്ന കൂലിയെ കുറിച്ചും പ്രതിഫലത്തെ കുറിച്ചുമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. നോക്കൂ നിങ്ങള്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖുതുബ എന്നുള്ളത് ദിക്റാണ്. അത് കേൾക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. നേരത്തെ എത്തുക എന്നുള്ളത് ഏറ്റവും മഹത്വമുള്ള കാര്യമാണ്. നമുക്ക് തോന്നിയ സമയത്ത് കയറി വരാനുള്ള ഒരു ഇടമല്ല അള്ളാഹുവിന്റെ പള്ളി എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ ജുമഅയുടെ ദിവസത്തിലേക്ക് ആളുകള് സുബഹിക്ക് മുമ്പേ അവിടുന്ന് പള്ളിയിലേക്ക് എത്തുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ചില ആളുകള് പുതപ്പിട്ടുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് ആരാണ് ആ പള്ളിയിലേക്ക് വരുന്നതെന്ന് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ കഴിയാത്ത രൂപത്തിൽ ആ പള്ളിയിലേക്ക് വന്നിരുന്നത്. എന്തിനാ? അത് ഞാനാണെന്ന് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണ്ട. അവിടെ മനസ്സിൽ ഞാനും റബ്ബും മാത്രം മറഞ്ഞാൽ മതി എന്ന പ്രതിഫലത്തിനോടുള്ള അതിയായ ഇഷ്ടമാണത്. നമ്മളാണെങ്കിലോ പള്ളിയിൽ ഇല്ല, ഖുതുബ തുടങ്ങിയിട്ടേ ഉള്ളൂ, പകുതിയായിട്ടേ ഉള്ളൂ, സലാം വീട്ടാനായിട്ടില്ല, ആ സമയത്തേക്ക് കയറി ചെല്ലാം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. അല്ല കൂട്ടരെ, ഇനി പള്ളിയിലേക്ക് കയറി ഇരുന്നാൽ തന്നെ നമുക്ക് സൗകര്യപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ പോയിരിക്കും. എവിടെയാ ചാരി എന്ന് ഉറങ്ങാൻ പറ്റിയത്? ഖതീബ് കാണാൻ പറ്റാത്ത ഏരിയ എവിടെയൊക്കെയാണ്? ഫാനിന്റെ ചുവട്ടിൽ എവിടെയാണ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ല, സ്വഹാബത്ത് സ്വീകരിച്ചിരുന്നത് ഒന്നാമത്തെ സഫിൽ വലതുഭാഗം പിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയായിട്ടായിരുന്നു അവർ മത്സരിച്ചിരുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അറിയുമോ? നോക്കൂ നിങ്ങള്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ജുമഅ കഴിഞ്ഞ് പോകുമ്പോ അവിടുന്ന് ആകാശത്തിൽ നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയും, അൻഖൂമു മഅഫൂറൻ ലക്കും, അൻഖൂമു മഅഫൂറൻ ലക്കും. എന്താ മലക്ക് വിളിച്ചു പറയുന്നതെന്ന് അറിയുമോ? നിങ്ങൾ എഴുന്നേറ്റുകൊള്ളുക, ജുമഅ കഴിഞ്ഞു നിങ്ങൾ എഴുന്നേറ്റുകൊള്ളുക, നിങ്ങളുടെ പാപങ്ങൾ ഇതാ പുറത്തു തന്നിരിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ ഇതാ പുറത്തു തന്നിരിക്കുന്നു എന്നുള്ളത് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയും. നിങ്ങൾ നിങ്ങളുടെ തിന്മകളെ ഇതാ നന്മകളായി കൊണ്ട് മാറ്റിയിരിക്കുന്നു എന്ന് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈകി വന്നവന് ആ പ്രതിഫലമില്ല. മനസ്സിൽ തന്റെ പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെ ഒന്നാമത്തെ സഫിൽ വലതുഭാഗത്തിരുന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഏറ്റവും വലിയ പുണ്യം അതെനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടെ വന്ന ആളുകൾക്ക് അല്ലേ ആ പ്രതിഫലമുണ്ട്. അല്ലേ, വരുന്ന വഴിയിൽ തന്നെ ഏതാ ഒരു മൂല കിട്ടുക, ഏതെങ്കിലും ഒരു തൂണ് കിട്ടുമോ? അല്ലേ, ഞാൻ ആരെങ്കിലും വ്യക്തിപരമായി മോശമാക്കുവാൻ വേണ്ടി പറയില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്രയാസത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയെന്നു മാത്രം. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ ഇരുത്തത്തിന് വലിയ മഹത്വമുണ്ടെങ്കിൽ നമ്മൾ എത്ര ആളുകൾ അതിനുവേണ്ടി തലേ ദിവസം തന്നെ ഒരുങ്ങിയിട്ടുണ്ട് എന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഇരുത്തത്തിന് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത് അള്ളാന്റെ നീതി മാത്രമായിരിക്കണം. ഞാൻ വരുന്നത് എല്ലാവരും കാണണം, പള്ളി സെക്രട്ടറി കാണണം, അല്ല നാട്ടിലുള്ള ആളുകൾ കാണണം. ഈ ചിന്തയോടുകൂടിയാവരുത്. എന്റെ പ്രതിഫലം എനിക്ക് നേടണം, എന്റെ പാപങ്ങൾ എനിക്ക് ഈ ജുമയോടുകൂടി പുറത്തു കിട്ടണമെന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരു ജുമഅ മുതൽ മറ്റൊരു ജുമഅ വരെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, ഒരു ഉംറ മുതൽ മറ്റൊരു ഉംറ വരെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. ജുമഅക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പള്ളിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ പള്ളിയിൽ സൗകര്യങ്ങൾ കുറവാണ്. അല്ലേ, പുറത്തു പണി നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ പണി പൂർത്തിയാവും. അപ്പൊ ഒരുപാട് ആളുകൾക്ക് കയറിയിരിക്കാനും വിശാലമായി തന്നെ നമുക്ക് സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. സ്ത്രീകൾക്ക് പോലും വളരെ സൗകര്യക്കുറവാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചതിന്റെ പേരിലാണ് ഇത്രയും ഭംഗിയായി നമ്മുടെ പള്ളിയുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്.
ഇനി കുറച്ചുകൂടി സാമ്പത്തിക പ്രയാസമുണ്ട്, നമ്മൾ ഒന്നുകൂടി കൈവെക്കണം. ഞാൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരും കൊടുത്തിട്ടുണ്ട്, ആയിരങ്ങളും പതിനായിരങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അള്ളാന്റെ മാർഗത്തിലാണ്, അള്ളാന്റെ പള്ളിക്കാണ്. എത്ര കൊടുത്താലും ആ കച്ചവടം പരാജയപ്പെടില്ല കൂട്ടുകാരാ. ആ കച്ചവടം ഏറ്റവും നല്ല നന്മയാണ്, ഏറ്റവും വലിയ ഹൈറാണ്, ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഓരോരുത്തരും ഒന്ന് സുജൂദ് ചെയ്യുമ്പോഴും ആ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതുകൊണ്ട് സഹോദരന്മാരെ, ഏകദേശം ഒരു 15 ലക്ഷത്തോളം നമ്മുടെ പള്ളിയുടെ പണി പൂർത്തിയാവുന്നതിന് വേണ്ടി ആവശ്യമുണ്ട് എന്നത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഏത് സംഘടനയിൽപ്പെട്ട ആളായാലും ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുഅ്മിനാണ്. ഞാൻ സുജൂദ് ചെയ്യുന്ന പള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംഭാവന അർപ്പിക്കുന്നത് എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. അവിടെ സംഘടനയില്ല, അവിടെ വ്യക്തിവൈരാഗ്യമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ സഹാബി വനിത ഒന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞാനൊരു ആശാരിയാണ്, അങ്ങേക്ക് പ്രസംഗിക്കുവാൻ, ഖുതുബ നിർവഹിക്കുവാൻ ഞാനൊരു എന്നാൽ കഴിയുന്ന ഒരു മെമ്പർ ഉണ്ടാക്കി തരട്ടെ എന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു. എന്താണ് നമുക്ക് കഴിയുന്നത്? സാമ്പത്തികമായൊരു പക്ഷേ എല്ലാവർക്കും കഴിഞ്ഞോണമെന്നില്ല. പക്ഷേ നമ്മുടെ കൂട്ടുകാരോട്, അയൽവാസിയോട്, കുടുംബക്കാരോട് ചോദിച്ചു വാങ്ങിക്കൊടുക്കുവാനുള്ള ഒരു കഴിവ് നമുക്ക് ഉറപ്പു തന്നുവെങ്കിൽ ആ കഴിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സഹോദരിമാരെ കേൾക്കുന്നുവെങ്കിൽ നമുക്ക് ആഭരണങ്ങളുണ്ട്, നമുക്ക് വരുമാനമില്ലെങ്കിലും എന്നിലുള്ള ആഭരണങ്ങൾ ഒരുപാട് കൂട്ടിവെച്ച് സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇതാ എന്റെ വക എന്നുള്ളത് സ്വന്തം തീരുമാനമെടുത്തു കൊടുക്കുവാൻ സഹോദരിമാർക്ക് കഴിയണം. അങ്ങനെയാ അള്ളാഹുവിന്റെ ദീന് എത്രയും വലുതായതെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു സംഭവമാക്കി നമുക്ക് മാറ്റിക്കളയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നല്ലത് മാത്രം പറയാൻ, നല്ലത് മാത്രം ചിന്തിക്കുവാൻ, നല്ലത് മാത്രം മനസ്സിലാക്കുവാനുമുള്ള കഴിവും പ്രാപ്തിയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ പല ഘട്ടങ്ങളിലായി അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകളിലൂടെ ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട്, സംഭവിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവേ, ആ തെറ്റുകുറ്റങ്ങളെല്ലാം നിന്നിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ നടത്തുവാനുള്ള സന്മനസ്സുള്ള മുസ്ലിങ്ങളായി, മുഅ്മിനുകളായി ഞങ്ങളുടെ കുടുംബത്തെ നീ മാറ്റി നൽകണമേ അല്ലാഹ്. അള്ളാഹുവേ, രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരുമുണ്ട്, മാരാരോഗങ്ങൾ കൊണ്ട് വേദനകൾ അനുഭവിക്കുന്ന പലരും പ്രാർത്ഥനയ്ക്ക് വസിയത്ത് നൽകിയിട്ടുണ്ട് നാഥ. അള്ളാഹുവേ, അവരുടെ രോഗങ്ങളൊക്കെ പൂർണ്ണമായി ശിഫ നൽകി കുടുംബത്തിലേക്ക് ആരോഗ്യത്തോടുകൂടെ ചെന്ന് ചേർന്ന് സമാധാനത്തോടെ കുടുംബജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. സാമ്പത്തികമായി പ്രയാസങ്ങളുടെ പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ. അവരുടെ സമ്പത്തിൽ നീ ബർക്കത്ത് നൽകണമേ നാഥ. കടങ്ങളുള്ള പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ. അവരുടെ കടങ്ങൾ ഹലാലായ മാർഗത്തിലൂടെ പൂർത്തീകരിച്ചു കൊടുക്കണമേ നാഥ. അല്ലാഹുമ്മ അഫ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اعذرنا من النار، اللهم اعذرنا من النار، اللهم اعذرنا من النار. امين امين ورحمتك يا ارحم الراحمين.